നമസ്കാരം. അങ്കമനയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നെല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഇന്നൊരു സിനിമ കാണാൻ പോയി. ആ വിശേഷങ്ങൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഏതായാലും ഇപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാനാണ്. ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ക്രിസ്റ്റഫറിന്റെ ഒരു ചെറിയൊരു BGM കൂടിയ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു റോക്ക് മ്യൂസിക് പോലെയുള്ള ഒരു പാട്ടാണ്. ഓപ്പ് റോക്ക് മിക്സിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കിടിലൻ സെറ്റപ്പ് പാട്ട്. ഈ സെറ്റപ്പ് പാട്ടൊന്ന് നമുക്കൊന്ന് കേട്ട് കളയാം. എങ്ങനെയാണ് അതിന്റെ ആ ഒരു മേക്കിംഗ് എന്നൊക്കെ ഒന്ന് കണ്ടു കളയാം അല്ലെ. ക്രിസ്റ്റഫർ എന്തായാലും 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മമ്മൂക്കയുടെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ തിയേറ്ററിൽ പോയി കാണാനിരുന്ന സിനിമ ഇപ്പോൾ ഇതാ ടീസറുകളുടെ അതുപോലെ തന്നെ പോസ്റ്ററുകളുടെ ഓരോ അപ്ഡേറ്റ്സുകളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ആകാംക്ഷ കൊണ്ട് വലിയൊരു പ്രതീക്ഷയുള്ള സിനിമയായി മാറിക്കഴിഞ്ഞു. യാതൊരുവിധ പ്രതീക്ഷയില്ലാത്ത സിനിമ എന്ന് തന്നെ എല്ലാവരും നിസ്സംശയം എഴുതി തള്ളിയൊരു സിനിമയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫറിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, സംവിധായകൻ ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ, ഇവർ രണ്ടുപേരും വലിയ പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇരുവരുടെയും ഒരുപാട് സിനിമകൾ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് അവർക്കുണ്ടായ വലിയ പരാജയങ്ങൾ അവരെ എഴുതി തള്ളിയ പോലെയാണ് പലരും സംസാരിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഇത് അവരുടെ വലിയ തിരിച്ചുവരവ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഞാനും ആദ്യകാലങ്ങളിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് സിനിമകൾ ഈ അടുത്ത്, പ്രത്യേകിച്ച് മോഹൻലാലിനെ വെച്ചെടുത്ത സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആ ടെൻഷനുകളൊക്കെ തന്നെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ ഇന്ന് വന്നിരിക്കുന്ന ആ ഒരു റാപ്പ് മ്യൂസിക് നമുക്കൊന്ന് കേട്ട് കളയാം. BGM അതായിരിക്കും, കേട്ടിരിക്കല്ലോ, നല്ല മനോഹരമായ മ്യൂസിക്. അപ്പോൾ നമുക്കൊന്ന് കേട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം.
അപ്പോൾ ഓക്കെ, കണ്ടു കഴിഞ്ഞു എന്ന് കരുതുകയാണ്. ഏതായാലും എനിക്ക് വളരെ വളരെ ഇഷ്ടം തോന്നി. അറിയാതെ നമ്മുടെ തലയും കൈയൊക്കെ ഒന്ന് ചലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് തന്നെയാണ്. ക്രിസ്റ്റഫോങ്ക് എന്നോ മറ്റാണ് ഒരു പേരിട്ടിരിക്കുന്നത്, അങ്ങനെ തോന്നുന്നുണ്ട്, ക്രിസ്റ്റഫോങ്ക്. എന്തായാലും ക്രിസ്റ്റഫോങ്ക് ജസ്റ്റിൻ വർഗീസും കൂട്ടരാണ് ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഫോങ്ക് തന്നെയാണ്. ഒരു പ്രത്യേക തരം താളത്തിൽ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓളമുണ്ട്, കിടിലനായിരിക്കും, ആ കാര്യം ഉറപ്പാണ്. സിനിമ എങ്ങാനും കയറി ഒരു ആവറേജ് അഭിപ്രായം പോലും കിട്ടിയാൽ മതി, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി അതിൻ്റെ കൂടെ വരികയാണെങ്കിൽ. ഒപ്പം നമ്മുടെ മമ്മൂക്കയുടെ തകർപ്പൻ പെർഫോമൻസ് നോക്കണ്ട മക്കളെ. സിനിമ 100 കോടിയും കടന്നങ്ങ് മുന്നോട്ട് പോകും, ആ കാര്യം ഉറപ്പാണ്. ആവറേജ് റിപ്പോർട്ടെങ്കിലും കിട്ടണം കേട്ടോ, അങ്ങനെയുണ്ട്. ഏതായാലും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എല്ലാ തരത്തിലുള്ള പഴുതുകളും അടച്ചുകൊണ്ട് വളരെ നന്നായി ഗൃഹപാഠം ചെയ്ത് തന്നെയാണ് ക്രിസ്റ്റഫർ ടീം ഇത്തവണ വന്നിരിക്കുന്നത്. അതിന് തന്നെയാണ് അവരുടെ ഒരുക്കവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് വിജയങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇനിയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹം ഒന്നും തന്നെ പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അങ്ങനെയല്ല ഇവരുടെ കാര്യം. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ മൂലം അവരുടെ നമ്പർ 1 സ്ഥാനത്തിന് ഇളക്കം തട്ടി നിൽക്കുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ തിരക്കഥാകൃത്ത്, നമ്പർ 1 തിരക്കഥാകൃത്താണ് ഉദയകൃഷ്ണ. പുലിമുരുകൻ എന്ന മെഗാ ബ്ലോക്ക് ബസ്റ്റർ, കോടികളിലെ ക്ലബ്ബ് സ്വപ്നം കാണാൻ മലയാളത്തെ, പ്രത്യേകിച്ച് 100 കോടി ക്ലബ്ബൊക്കെ സ്വപ്നം കാണാൻ മലയാളത്തെ പഠിപ്പിച്ച ആ ഒരു തിരക്കഥാകൃത്തിന് തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനമുണ്ടായിരുന്നു, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സ്ഥാനം. ആ സ്ഥാനത്തിന് അല്പം ഒന്ന് ഇളക്കം സംഭവിച്ചു. ഇളക്കമെന്ന് കരുതി അദ്ദേഹം താഴോട്ട് ഇറങ്ങിയെന്നൊന്നല്ല, അദ്ദേഹത്തിന് ചെറിയ ഇളക്കം സംഭവിച്ചു. ആ ഇളക്കത്തിൽ നിന്ന് അദ്ദേഹം ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരു സിനിമയായിരിക്കും ക്രിസ്റ്റഫർ എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. മാത്രമല്ല ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സംവിധായകൻ, അദ്ദേഹത്തിന്റെ മികച്ച സിനിമകളുണ്ട് ഒരുപാട്. ഒരുപാട് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കുറെ അധികം എന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തത അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ മാടമ്പിയും, അതുപോലെ തന്നെ അദ്ദേഹം തിരക്കഥ എഴുതിയ ടൈഗർ അദ്ദേഹത്തിന്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ ഒട്ടനവധി തിരക്കഥ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി ഒക്കെ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വന്ന മികച്ചൊരു സിനിമ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മാസ്റ്റർ എനിക്ക് വളരെ ഇഷ്ടമുള്ള പടമാണ്. ആ ഒരു സ്റ്റൈലിലായിരിക്കും ഈ സിനിമയുടെ വരവ് എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, കലക്കി പൊളിക്കുക തന്നെ ചെയ്യും സിനിമ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്റ്റഫോങ്ക് കേട്ടപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളൊന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാത്രമല്ല ക്രിസ്റ്റഫർ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയാനും ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ റിപ്ലൈസും നിങ്ങളുടെ റിവ്യൂസും നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താഴെ കാണുന്ന കമന്റ് ബോക്സ് അതിനും കൂടി നിങ്ങൾ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ക്രിസ്റ്റഫർ തിയേറ്ററിൽ വരത്തെ 9-ാം തീയതി ക്രിസ്റ്റഫോങ്ക് എന്ന ഈ സോങ്ങോട് കൂടി ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. ഇന്നും ഞാൻ തിയേറ്ററുകളിലേക്ക് ചെന്നപ്പോൾ ചിത്രത്തിന്റെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് തൃശ്ശൂരിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. പ്രത്യേകിച്ച് രാഘവും അതുപോലെ ഗിരിജയും പോലുള്ള തിയേറ്ററുകളൊക്കെ പോയപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ചാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കറക്റ്റ് ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ആ ടിക്കറ്റ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇന്ന് കണ്ട സിനിമയെ കുറിച്ച് ഈ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.